എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പൊന്മാൻ തിയേറ്ററിലെത്തി. എല്ലാവരും നല്ല അഭിപ്രായമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടോ? എല്ലാവരും കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പോൾ പൊന്മാൻ നല്ല രീതിയിൽ അഭിപ്രായം വരുന്നുണ്ട്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണെന്ന് തോന്നുന്നു. പറയുന്ന ചെറുപ്പക്കാർക്കും അതേസമയം പറയുന്ന പ്രായമുള്ളവർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഥാ സന്ദർഭങ്ങളിലും കൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. അതിൽ സംസാരിക്കുന്ന വിഷയം വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് വളരെ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ സംസാരിക്കുന്ന സിനിമയാണ്. ഒപ്പം അതിലെ ക്യാരക്ടർ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന് എന്താ പറയുക, ഭയങ്കര റിലേറ്റബിലിറ്റി ഉണ്ട്. ചെറുപ്പക്കാർക്കിടയിലൊക്കെ അജേഷ് എന്ന് പറയുന്ന ഒരു ഫൈറ്റർ എത്ര മോശം അവസ്ഥയിലാണെങ്കിൽ പോലും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് പറയണം. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ശശിയെ എന്ന് പറയുന്ന പോലത്തെ സിറ്റുവേഷനിൽ നിന്ന് പോലും ഈ പറയുന്ന മനക്കട്ടിയോടെ കോൺഫിഡൻസ് ആണെല്ലാം. പോരാട്ടമാണ് ലൈഫ്. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ് അജേഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അവൻ്റെ ഒരു ഫൈറ്റും അവൻ്റെ ഒരു സർവൈവലും അവൻ്റെ ഒരു വിജയവും ചിലപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകൻ്റെയും കൂടെ ഒരു വിജയമായിട്ട് തോന്നുമായിരിക്കും. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കാം. ഇതിൽ പൊന്നാണ് അതിലെ വിഷയം. പൊന്നു മാറ്റി അവിടെ വേറെന്ത് വെച്ചാലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ ഫേസ് ചെയ്യപ്പെടാറുള്ള സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അജേഷാണ്. അപ്പോൾ ആ രീതിയിൽ അജേഷ് ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. ആ ക്യാരക്ടറിനെ കുറിച്ചാണ് കുറേ പേര് സംസാരിക്കുന്നുണ്ട്. വിളിക്കുന്നവരൊക്കെ അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് തരുന്നത്. അജേഷ് ഭയങ്കരമായിട്ട് അവരെ ഇൻസ്പയർ ചെയ്തു, കണ്ണു നിറയിച്ചു. അവസാനം അജേഷിന് വേണ്ടി കൈയടിക്കാൻ തോന്നി എന്നുള്ള അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം. അപ്പോൾ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയം എപ്പോഴും നമ്മൾ സ്ത്രീകളുടെ കണ്ണുകളിൽ കൂടെയാണ് നമ്മൾ ആലോചിക്കാറ്. അതിനുവേണ്ടി സഹനം അനുഭവിക്കുന്ന ഒരു സ്ത്രീ, അവളുടെ കഷ്ടപ്പാടുകളും അവളുടെ കണ്ണുനീരും എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ ആയിരിക്കും. ആ ഒരു വിക്ടിമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പൊതുവെ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ആലോചിക്കുക. പക്ഷെ അങ്ങനല്ലാതെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി എങ്ങനെ ആണുങ്ങളിലും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ ആങ്ങളെയും അച്ഛനും അമ്മയും മറ്റ് റിലേറ്റീവ്സും ആ പെൺകുട്ടി ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കഷ്ടപ്പാട്, അതൊരു വലിയ ബേർഡനാണ്. ഇവരെല്ലാവരും ആ ഒരു വ്യവസ്ഥയുടെ വിക്ടിംസ് ആണ്. എല്ലാവരെയും എന്താ പറയുക, പേടിയോടെ നോക്കിക്കാണുന്നൊരു സാഹചര്യമാണത്. ഒരു കല്യാണം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്ന് പറയുന്നത് അതൊരു ബാധ്യതയായി മാറുന്നു എന്ന് പറയുന്നത് ഒരു സാഹചര്യമുണ്ട് ഈ സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായത്തിലൂടെ. അപ്പോൾ ആണുങ്ങൾക്കും അങ്ങനെ ഒരു സിസ്റ്റം വിക്ടിമായ കുറേ ആണുങ്ങളുടെയും ഒക്കെ കാഴ്ചപ്പാടിലൂടെ സ്ത്രീയുടെ സെക്കൻഡറി മാത്രമാണ് ഈ ഒരു സിനിമയിലെ നരേറ്റീവിൽ. ആണുങ്ങളാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം ബാധിക്കപ്പെട്ടിരിക്കുന്നത്. ഈവൻ എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, സജിന് അഭിനയിച്ചിരിക്കുന്ന മരിയാനോ എന്ന ക്യാരക്ടർ പോലും ആ ഒരു സിസ്റ്റത്തിൻ്റെ വിക്ടിമായിട്ടാണ് ഇതിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു കൃത്യമായിട്ടൊരു നായകൻ വില്ലൻ എന്നുള്ള സങ്കല്പങ്ങൾക്കപ്പുറം ഈ സിനിമ കുറേ വിക്ടിംസിൻ്റെ കഥയാണ്. ഇവൻച്വലി നമ്മൾ തീരുമാനിക്കുന്നു ഇയാളാണ് നായകൻ, ഇയാളാണ് വില്ലൻ. ഇവരൊക്കെയാണ് ഈ സിനിമയിൽ എന്തൊക്കെയാണ് കഥാപാത്രങ്ങളിലും നമ്മൾ തന്നെ സിനിമ കണ്ടിട്ട് തീരുമാനിക്കുന്ന ഒരു പൊസിഷനിലേക്കാണ് അതിൻ്റെ എഴുത്തും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ജ്യോതിഷേട്ടൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. നമുക്കറിയാം, കുമ്പളങ്ങി നൈറ്റ്സും ബ്രഹ്മയോഗവും ഒക്കെ ചെയ്ത സംവിധായകൻ എന്നുള്ള നിലയിൽ, ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരുപാട് പേരെടുത്തിട്ടുള്ള അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള കലാസംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്ന നിലയിൽ GR ഇന്ദുഗോപൻ സാറിൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവൽ, ആ നോവൽ വായിച്ചിട്ടുള്ളവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ സിനിമ കാണാൻ. ഈ സിനിമയിൽ അവർ കണ്ട കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളൊക്കെ എങ്ങനെ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ള ആവേശം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഫീഡ്ബാക്സ് പറയുന്നത് അവരാരും നിരാശപ്പെട്ടില്ല. ബുക്ക് കണ്ട അതേ എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതിന് മേലെ തന്നെ സിനിമയിലും വന്നിട്ടുണ്ട്. ആരും അതിൽ നിന്ന് താഴോട്ട് പോയിട്ടില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലാവരുടെയും ഫീഡ്ബാക്സ്. അപ്പോൾ അതും ഒരു സിനിമ എന്നുള്ള നിലയിൽ ഇതിൻ്റെ വിജയമാണ്. അതിൻ്റെ ക്രെഡിറ്റ് ഇതിൻ്റെ തിരക്കഥ എഴുതിയ ധൂമൻ ചേട്ടനും ജസ്റ്റിൻ മാത്യു, മിന്നൽ മുരളിയുടെ കോറൈറ്ററാണ്, ജസ്റ്റിനും അവകാശപ്പെട്ടതാണ്. അപ്പോൾ അവരുടെയും ഒരു വലിയ സക്സസ് ആണ്. പ്രത്യേകിച്ച് ഇതിലെ ഓരോ ഡയലോഗ്സും ആൾക്കാർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ പറയുന്ന ആജേഷ് എന്ന് പറയുന്ന ഡയലോഗും ജീവിതം ഒരു പോരാട്ടമാണ്. കിട്ടുന്ന സാഹചര്യത്തിലെല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം നമ്മൾ ഫൈറ്റ് ചെയ്യണം. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ് അജേഷ് എന്ന് പറയുന്ന ഡയലോഗും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന സുഹൃത്തിൻ്റെ അടുത്ത് നിന്നെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്താൽ വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്യുന്ന
എന്നെ പോലെയുള്ളവരെ അല്ലടാ അത് ബാധിക്കുന്നത് എന്ന് ചോദിക്കുന്ന അജേഷ് ഒക്കെ ഒരുപാട് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. ജീവിതം പെട്ടെന്നൊരു ഡെഡ് എൻഡിലെത്തുമ്പോൾ ജീവിതം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന തോന്നലൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കൊക്കെ ഒരു പക്ഷേ ആ സീനൊക്കെ ചിലപ്പോൾ ഒരുപാട് റിലേറ്റബിൾ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കാം അജേഷിൻ്റെ ഒരു കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡും. അപ്പോൾ ഓവറോൾ എല്ലാ ടെക്നീഷ്യൻസിൻ്റെയും ഇപ്പോൾ ഞാൻ ഇവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പൊതുവെ അങ്ങനെയാണ് ഞാൻ എല്ലാം പറയും, പിന്നെ ഇവർക്കൊന്നും പറയാനുണ്ടാവില്ല. അതുകൊണ്ട് ഇവർ പറഞ്ഞോട്ടെ. എൻ്റെ ക്യാരക്ടർ അജേഷാണ്. ബാക്കി എളുപ്പമാക്കല്ലേ, നന്ദി പറയൂ. അപ്പോൾ ബാക്കി ടെക്നീഷ്യൻസ് സാനു ജോൺ വർഗീസ്, അദ്ദേഹം വിശ്വരൂപം മുതൽ വലിയ സിനിമകളുടെ ക്യാമറാമാനാണ്. ബദായി ഹോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹിന്ദി തെലുങ്ക് സിനിമകളുടെയൊക്കെ ക്യാമറാമാനാണ്. അദ്ദേഹത്തിൻ്റെ മലയാളത്തിൽ അദ്ദേഹം ആർക്കറിയാമെന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ ക്യാമറ. അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രാഫിയെക്കുറിച്ചും കൊല്ലം എന്ന് പറയുന്ന സെറ്റിങ്ങിനെ മനോഹരമായിട്ട് ഒപ്പിയെടുത്തു എന്നുള്ളതിൽ സാനു ചേട്ടനെ കുറിച്ചും നല്ല റെസ്പോൺസസ് ആണ്. മ്യൂസിക് എടുത്തു പറയേണ്ടതാണ്. ജസ്റ്റിൻ വർഗീസിൻ്റെ മ്യൂസിക് പാട്ടുകളൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് പോപ്പുലറായി വരുന്നു. ഇതിലെ മ്യൂസിക് എല്ലാ മുഹൂർത്തങ്ങളെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യാനും അതിലെ ഹൈ മൊമെൻറ്റ്സിനെയൊക്കെ നന്നായിട്ട് എലിവേറ്റ് ചെയ്യാനും ഇമോഷണൽ രംഗങ്ങളെയൊക്കെ മനോഹരമായിട്ട് ചിത്രീകരിക്കാനൊക്കെ എലിവേറ്റ് ചെയ്യാനൊക്കെ ജസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റിൻ്റെയും വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കുകളായിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ല സെറ്റ് ഓഫ് ടെക്നീഷ്യൻസിൻ്റെയും ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെയും ഒക്കെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഇപ്പോൾ സിനിമ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോൺസസ്. തീർച്ചയായിട്ടും എല്ലാവരും കാണാൻ അത്രയും കോൺഫിഡൻസ് ഓടെ ഞങ്ങൾ പറയുകയാണ്. ഇതൊരു നല്ല സിനിമയായിരിക്കും. ഇനി കാണാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആരെയും നിരാശപ്പെടുത്താത്ത നല്ലൊരു സിനിമയായിരിക്കും.